എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ശ്രീ മഹാദേവൻ ആഞ്ജനേയ സ്വാമിയോട് ചോദിച്ചു, ആരാണ് നീ? ആഞ്ജനേയ സ്വാമി വളരെ വിനയത്തോടെ ഞാൻ ഹനുമാൻ എന്ന് പറഞ്ഞു. അത് കേട്ട മഹാദേവൻ പറഞ്ഞു, ഞാൻ നിന്റെ പേരല്ല ചോദിച്ചത്, നീ ആരാണ്? പിന്നെയും ചോദിച്ചു. ആഞ്ജനേയ സ്വാമി അല്പം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അഞ്ജനിസുതൻ, കേസരിനന്ദൻ, പവനപുത്രൻ. ഇത് കേട്ട മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ വംശം ഏതാണെന്നല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചത് ആരാണ് നീ എന്നാണ്. ഹനുമാൻ സ്വാമി വിഷമത്തോടെ പറഞ്ഞു, ഞാനൊരു വാനരനാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ നിന്റെ ജാതി ഏതാണെന്നല്ല ചോദിച്ചത്, നീ ആരാണ് എന്നാണ് ചോദിച്ചത്. ഹനുമാൻ സ്വാമി താണു വീണ് കേണുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒന്ന് മാത്രമേ അറിയൂ, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഒരു അജ്ഞാനിയാണെന്ന്. ജയ് ഹനുമാൻ ജ്ഞാന ഗുണ സാഗർ, ജയ് കപീസത്തിഹു ലോക ഉജാഗർ. അല്ലയോ ശ്രീ ഹനുമാൻ സ്വാമി, താങ്കൾ വാഴ്ത്തപ്പെടട്ടെ. താങ്കളുടെ അറിവും പുണ്യവും മഹാസാഗരം പോലെ അളക്കാനാകാത്തതാണ്. ഏ കപീശ്വര, താങ്കളുടെ പ്രശസ്തി ഈ 3 ലോകത്തുമുണ്ട്. ഇങ്ങനെയുള്ള ആഞ്ജനേയ സ്വാമിയാണ് നേരത്തെ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല എന്ന കാര്യമേ എനിക്ക് അറിയാവൂ എന്ന്. പ്രിയരെ, ഈ അധ്യായത്തിൽ ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, ഈ മന്ത്രജപത്തിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ, ഈ മന്ത്രം സിദ്ധി വരുത്തിയാലുള്ള ലാഭങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തിന്റെ സാരാർത്ഥം പറയാൻ ശ്രമിക്കാം. ശ്രീ ഹനുമാൻ സ്വാമിയെ വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് ഇതിന്റെ സാരാർത്ഥം. ഓം ഹം ഹനുമതേ നമഃ എന്ന ഈ മന്ത്രത്തെ നിയമാനുസരണം ജപിക്കുകയാണെങ്കിൽ ശാരീരികമായ ശക്തി, മാനസികമായ ശക്തി, ധൈര്യം, സംരക്ഷണം, ആഗ്രഹസാധ്യം, ആത്മീയമായ വളർച്ച എന്നിവ ഉണ്ടാവുന്നതാണ്. ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം ശ്രീ ആഞ്ജനേയ സ്വാമി ഏറ്റെടുക്കുന്നതായിരിക്കും. ആഞ്ജനേയ സ്വാമിയുടെ ഈ മന്ത്രത്തെ നിത്യവും 108 തവണ ജപിക്കുക. അതിനുശേഷം ഏതെങ്കിലും കാര്യത്തിനായി ഇറങ്ങുമ്പോൾ, പുതിയ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഈ മന്ത്രത്തെ 11 തവണ ജപിച്ചിട്ട് തുടങ്ങുക. കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഹനുമാൻ സ്വാമി ഒഴിച്ച് കാര്യവിജയത്തിലെത്തിക്കുന്നു. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ജപിക്കേണ്ട ഒരു ഉത്തമ മന്ത്രമാണ് ഇത്. ഈ മന്ത്രത്തെ സിദ്ധി വരുത്തുകയാണെങ്കിൽ നമ്മുടെ ചക്രങ്ങൾ ഊർജ്ജസ്വലമായി മാറുന്നു. 6ാം ഇന്ദ്രിയം പ്രവർത്തിച്ചു തുടങ്ങും. ഭക്തർക്ക് ത്രികാല ദർശന ഭാഗ്യം ആഞ്ജനേയ സ്വാമി കനിഞ്ഞരുളുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.